എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുന്ന വളരെ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ നിമിഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എന്റെ ഓണാശംസകൾ ഞാൻ നേരുകയാണ്. ഓണം എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ എല്ലാ കാലവും ഉണ്ടാകുന്ന ഒരു അനുഭവ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഓണം എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഇടകലർന്നിട്ടുള്ള ഒരു ആഘോഷമാണ് ഓണം എന്ന് തന്നെ പറയുന്നത്. ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഫെസ്റ്റിവലായിട്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. ഓണത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മറ്റു സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ അത് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും നമുക്ക് ഒത്തുകൂടുവാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും നമ്മുടെ സൗഹൃദങ്ങൾ പങ്കിടാനും ഉണ്ടാകുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്ന, നമുക്ക് ജീവിതത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന നല്ല നിമിഷമാണ് ഓണം എന്ന് പറയുന്നത്. ഈ കാലത്ത് ഓണം കടന്നു പോകുമ്പോൾ നമ്മളെപ്പോഴും നല്ല ഓർമ്മകൾ സമ്മാനിക്കണം. അടുത്ത വർഷം ഓണം എന്ന് പറയുന്നത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന നല്ല ഓർമ്മകൾ, പൂക്കളം പോലെ തന്നെ. പൂക്കളം വ്യത്യസ്തങ്ങളായ നിറങ്ങളുള്ള, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പൂക്കളുടെ ഒരു സമന്വയമാണ് ഈ പൂക്കളം എന്ന് പറയുന്നത്. അപ്പോഴാണ് അതിലൊരു ഭംഗി ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഓണസദ്യ എന്ന് പറയുന്നത്. ഓണസദ്യ എന്ന് പറഞ്ഞാൽ ഇല നിറയെ ഭക്ഷണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ, പല തരങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഇല കാണാൻ ഒരു ഇമ്പം ഉണ്ടാവും. ആ ഭക്ഷണം കഴിക്കാൻ നമുക്കൊരു ആഹ്ലാദവും ആനന്ദവും ഉണ്ടാവും. അതേപോലെയാണ് നമ്മുടെ ഓണ ആഘോഷം വേണ്ടത്. അതിൽ ഒത്തുകൂടലാണ്, ഒരു സന്തോഷമാണ്, സ്നേഹമാണ്. പകർന്നു നൽകുവാൻ നമുക്ക് ഈ ഓണത്തിന് സ്നേഹമെന്ന വലിയ സന്ദേശം മാത്രമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. സ്നേഹം എന്ന് പറയുന്ന, സൗഹൃദം എന്ന് പറയുന്ന അനന്തവും അമേയവും അപരിമേയവുമായ വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ സന്തോഷമാണ് ഓണക്കാലത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമായി നമ്മൾ നിലനിർത്തേണ്ടത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമ്പദ്